എല്ലാവർക്കും KMTVയുടെ കർണാട്ടിക് കീബോർഡ് ലെസൺ പാർട്ട് 33ലേക്ക് സ്വാഗതം. ഞാൻ അജയകുമാർ ജി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗീതം ശ്രീ സുരേഷ് നാരായണൻ അവർകൾ എഴുതിയ കർണാടക സംഗീതം ഭാഗം 1 എന്ന ബുക്കിലെ 4ാമത്തെ ഗീതമായ വരവീണ മൃദുപാണി എന്ന് തുടങ്ങുന്ന ഒരു ഗീതമാണ്. ഈ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മോഹനരാഗത്തിലാണ്. മോഹനരാഗം മേളകർത്ത രാഗപ്പട്ടികയിലെ 28ാമത്തെ മേളമായ ഹരികാംബോജിയുടെ ജന്യരാഗമാണ്. അപ്പോൾ ഈ രാഗം തുടങ്ങുന്നത് സാരി ഗ പ ദ സ. ഇതാണ് ഇതിൻ്റെ ആരോഹണം. അവരോഹണത്തിൽ സദ പ ഗരി സ സരി ഗ പ ദ സ സദ പ ഗരി സ. ഈ ഗീതം വളരെ ഇമ്പമേറിയതായതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി ആസ്വദിച്ച് പഠിക്കുന്ന ഒന്നും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഗീതത്തിലേക്ക് പോകാം. അപ്പോൾ മോഹനരാഗത്തിലുള്ള 28ാം മേളകർത്ത രാഗമായ കരഹരപ്രിയയുടെ ജന്യരാഗമായ മോഹനം, അതിൻ്റെ ആരോഹണം അവരോഹണം ഇപ്രകാരമാണ്. സാരി ഗ പ ദ സ സദ പ ഗരി സ. അപ്പോൾ ആ ഗീതത്തിൻ്റെ സാഹിത്യം ഇപ്രകാരമാണ്. വരവീണ മൃദുപാണി വനരുഹലോചന റാണി സുരുചിരബംഭര വേണി സുരനുത കല്യാണി നിരുപമ ശുഭഗുണ ലോല നിരത ജയ പ്രദശീല വരദ പ്രിയ രംഗനായകി വാഞ്ചിത ഫലദായകി സരസീജാസന ജനനി ജയ 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 ജയവാണി. ഇത്രയേ ഉള്ളൂ. 10 ലൈനുണ്ട് മൊത്തം ഇത്. ഇനി നമുക്ക് അതിൻ്റെ നൊട്ടേഷൻ എന്തൊക്കെയാണ് എന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ആ നൊട്ടേഷനിലേക്ക് പോകാം. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാം വെള്ള കീയാണ്, കാരണം വലിയ സ്വരങ്ങളാണ് ഇതിനകത്തുള്ളത്. സാരി ഗ പ ദ സ. അവരോഹണം സദ പ ഗരി സ.
ഒന്നാമത്തെ ലൈൻ വരവീണ മൃദുപാണി എന്നുള്ളതാണ്. അപ്പം അത് ഗ ഗ പ പ ദ പ സ സ. ഒന്നുകൂടെ കാണിക്കാം. ഗ ഗ പ പ ദ പ സ സ. വനരൂഹ ലോചന റാണി. രണ്ടാമത്തെ ലൈൻ സ ദ പ ദ പ ഗ ഗ. ഒന്നുകൂടെ കാണിക്കാം. സ അടുത്ത ഒക്ടീവിലേക്ക് പോകണം. സ ദ ദ പ ദ പ ഗ ഗ. മൂന്നാമത്തെ ലൈൻ സുരുചിര ബംഭര വേണി. അപ്പൊ അതിന്റെ നോട്ട് ഗ പ ദ സ ദ ദ പ ഗ ഗ രി. ഒന്നുകൂടെ ഗ പ ദ സ ദ ദ പ ഗ ഗ രി. സൂരനോക്ത കല്യാണി. അപ്പൊ അതിന്റെ ഗ ഗ ദ പ ഗ പ ഗ ഗ രി സ. ഒന്നുകൂടെ കണ്ടോളുക. ഗ ഗ ദ പ ഗ പ ഗ ഗ രി സ. അഞ്ചാമത്തെ നിരൂപമാശുഭഗുണലോ ല ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ. ഒന്നുകൂടെ കണ്ടോണം. ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ. അപ്പൊ അഞ്ചാമത്തെ ലൈൻ കഴിഞ്ഞു. ആറാമത്തെ നീരത ജയ പ്രദശീല. ആറാമത്തെ ഗ ഗ ദ പ ദ പ ദ സ സ. ഒന്നുകൂടെ ഗ ഗ ദ പ ദ പ ദ സ സ. ഏഴാമത്തെ ലൈൻ വരദ പ്രിയ രംഗനായകി. അപ്പൊ ത ഗ രി രി സ സ ദ ദ സ ദ ദ ദ പ. ഞാൻ ആ ലൈനൊന്ന് നിർത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. വരദ പ്രിയ രംഗനായകി. ഇത് നമ്മൾ വായിക്കുന്നത് ഏഴാമത്തെ നോട്ട് എന്ന് പറഞ്ഞാൽ ശകലം 3 നോട്ട് അടുത്ത ഒക്ടീവിലേക്ക് പോകും. അതായത് ദ ഗ രി രി സ സ ദ സ ദ ദ ദ പ. അപ്പൊ അത് കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് നമുക്ക് എട്ടാമത്തെ ലൈനാണ്. വാഞ്ചിത ഫല
ദായകി. അത് ഗ പ ഗ സ ധ പ ധ പ ഗ ഗ രി സ. അത് കഴിഞ്ഞാൽ സരസീജാസന ജനനീ സാരി ഗ ഗരി പ ഗ രി. ഒന്നുകൂടെ സാരി ഗ ഗരി പ ഗ രി. ജയ 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 വാണി. അത് മന്ത്രസ്ഥായി ഒക്ടീവിലേക്ക് പോകണം. ഒന്നുകൂടെ കാണിച്ചു തരാം. പത്താമത്തെ ലൈൻ വായിച്ചതിന് ശേഷം ഗ ഗ പ പ എന്ന് വായിച്ച് വേണം നിർത്താൻ. ഗ ഗ പ. അതിനുശേഷം നിങ്ങളിത് പതുക്കെ വായിച്ച് പഠിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ വായിക്കുക നല്ല രീതിക്ക്. ഇങ്ങനെ വായിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നിടം വരെ ഞാൻ നിങ്ങളോടെല്ലാം തൽക്കാലത്തേക്ക് വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.